ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ പേര് X65 എന്നാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ X65 ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ബോയിൽ ചെയ്ത മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. വെള്ള നന്നായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് കടലമാവ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടലമാവൊക്കെ നമ്മുടെ ചോപ്പ് ചെയ്ത മുട്ടയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് ഒന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെള്ളമല്ല ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ. അതിനായിട്ട് നമുക്ക് കുറച്ചുകൂടി മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട പൊട്ടിച്ചത് കുറേശ്ശെ ചേർക്കുന്നത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് ലൂസായി പോകും. അപ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടച്ചത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൻ നിറഞ്ഞ് നമ്മൾ തിങ്ങി ഞെരുങ്ങി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി പിരിന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോഴും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് പിരിന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ മസാലയൊക്കെ ചേർത്ത് X65 ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ വളരെ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി, കൂടിപ്പോയാലും ഇത് ഒരുപാട് എണ്ണ പിടിച്ചെടുക്കും. എണ്ണ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഫ്രൈ ആയി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബോൾസ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ റെഡ് ചില്ലി സോസോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ചില്ലിയുടെ ആ ഒരു മണമൊക്കെ വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ X65 റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്റ്റാർട്ടറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ചൂടോടെ സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.